ക്ലാസ്സുകളിലേക്ക് ടെസ്റ്റിംഗ് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സെക്കൻഡ് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പ്രിപ്പയർഡ് ആയി എന്ന് വിചാരിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കിയാണ്. ശരിയാണ്. കേരളത്തിൽ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം. അതെ, ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. ഇരവികുളം പാർക്കിനെ 1975 ദേശീയോദ്യാനമായി ഉയർത്തി. ശരിയാണോ അത്? 1975 അതൊരു സങ്കേതമായി പ്രഖ്യാപിക്കുകയും പിന്നീട് 1978 അതൊരു നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനമായിട്ട് അത് എന്ത് ചെയ്തത്, അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. അത് ശരിയാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരാ? 1, 2, 4 ശരി. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേ സോണുകളുടെ എണ്ണം എത്ര? ഇന്ത്യൻ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ് അല്ലെ? ഇന്ത്യൻ റെയിൽവേ സോണുകളുടെ എണ്ണം 18. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പി വത്സല. ആരാണ്? പി വത്സല. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് കേട്ടോ. എസ് കെ വസന്തനാണ് 2023 എസ് കെ വസന്തനാണ് 2023 കിട്ടിയത്. 2022 എ സേതുമാധവൻ. 2022 ആലോചിക്കുക, എ സേതുമാധവൻ. ഓക്കെ. ഇനി പി വത്സലയ്ക്ക് നെല്ല് എന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? നെല്ല് എന്ന കൃതിക്കാണ് 2021 പുരസ്കാരം ലഭിച്ചത്, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം. ഏകദേശം 5 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1 ഓപ്ഷൻ എ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, UNOയിൽ എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട്? UNOയിൽ എത്ര ഔദ്യോഗിക ഭാഷകളുണ്ട്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. 6 ഔദ്യോഗിക ഭാഷകളാണ് എന്ത്? UNOയിൽ ഉള്ളത്. അടുത്തത്, തന്നിരിക്കവിൽ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് ഏത്? ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് ഏതാണ്? കീബോർഡ് ഔട്ട്പുട്ട് ആണ്, ഇൻപുട്ട് ആണ് അല്ലെ? സ്കാനർ ഇൻപുട്ട് ആണ്. പ്രിന്റർ, പ്രൊജക്ടർ ഇത് രണ്ടും എന്താണ്? ഔട്ട്പുട്ട് ഉപകരണമാണ്. അപ്പോൾ 3ഉം 4ഉം ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരിക. അപ്പൊ 3ഉം 4ഉം ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ് കേട്ടോ. നീരജ് ചോപ്ര. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിലാണ് എന്ത് സ്വർണം നേടുന്നത്. അത്ലറ്റിക്സ് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് കേട്ടോ. ഓപ്ഷൻ ബിയിലുള്ള അഭിനവ് ബിന്ദ്രയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏഷ്യയിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡൽ ജേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം ഷൂട്ടിങ്ങിലാണ് അദ്ദേഹത്തിന് ആ
സമ്മാനം, ഗോൾഡ് മെഡൽ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ആര്യഭട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? 1931. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931. അടുത്ത ചോദ്യം, മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആര്? മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ ആണ്. ഓപ്ഷൻ ഡി ബാബർ ട്ടോ. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. അടുത്ത ചോദ്യം, തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടേവ് ഹ്യൂം ആണ്. AO ഹ്യൂം ആണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അല്ല അല്ലെ? അതോ അപ്പോ ഓപ്ഷൻ 1ഉം 2ഉം മാത്രമാണ് ശരി. 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഗരീബി ഹട്ടാവോ എന്നാണ് കേട്ടോ. അത് പ്രിന്റിംഗിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഗരീബി ഹട്ടാവോ എന്ന ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി ആണ്. 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഗരീബി ഹട്ടാവോ, പോവർട്ടി ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമാർജനത്തിന് ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 5ാം പദ്ധതിയാണ് കേട്ടോ. 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത്, ലോക ശാസ്ത്രീയ ദിനമായി ആചരിക്കുന്നത്. ലോക ശാസ്ത്രീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 10 ആണ്. ലോക ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 10. ശിശുദിനത്തിന് ഒരു 4 ദിവസം മുമ്പ് എന്നൊക്കെ ആലോചിച്ച് വെക്കുക കേട്ടോ. ബലത്തിന്റെ SI യൂണിറ്റ്, ബലം എന്ന് വെച്ചാൽ ഫോഴ്സ്, ഫോഴ്സിന്റെ SI യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ ഒക്കെ ഇല്ലേ? ന്യൂട്ടൺ ആണ് ബലത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിന്റെ ഭാരം, അല്ലെ? അതിന്റെ ഭാരം എന്നൊരു ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് എന്ത്? അതിന്റെ ഭാരം. ഓപ്ഷൻ ബി ആണ് ശരിയായ, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഭാരം. അടുത്തത്, മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപപ്രസരണം ചെയ്യപ്പെടുന്നത്. താപപ്രസരണം ചെയ്യപ്പെടുന്നത് ഏത്? മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപപ്രസരണം ചെയ്യപ്പെടുന്നത് വികിരണമാണ്, റേഡിയേഷൻ. വികിരണമാണ് എന്ത്? അവിടെ എന്താവശ്യമില്ല? റേഡിയേഷന് മാധ്യമങ്ങൾ ആവശ്യമില്ല. വികിരണത്തിൽ എന്താവശ്യമില്ല? മാധ്യമം ആവശ്യമില്ല. അടുത്തത്, തന്നിരിക്കുന്നവയിൽ നിന്നും 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കണ്ടെത്തുക. 2ാം വർഗ ഉത്തോലകത്തിന് ഏതൊക്കെയാണ്? ഇവിടെ കത്രികയുണ്ട്, പാക്കുവെട്ടിയുണ്ട്, വീൽ ചെയർ, ചവണ, സീസോ. ഇതില് നമ്മളുടെ പാക്കുവെട്ടിയും അതുപോലെ തന്നെ വീൽ ചെയറുമാണ് 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമായിട്ട് വരിക. പാക്കുവെട്ടി, വീൽ ചെയർ. വീൽ ചെയർ, പാക്കുവെട്ടിയാണ് നമുക്കിതിന് ഉദാഹരണമായിട്ട് വരിക. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായ ഉത്തരം.
ബെൻസീന്റെ രാസസൂത്രമാണ്. ബെൻസീന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ബെൻസീൻ എങ്ങനെയാണ്? C6H6 ആണ് അല്ലെ? C6H6 ആണ്. നമുക്കറിയാം ഇതല്ലേ ബെൻസീന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവിടെയും ഓരോ C ഉണ്ട്, അതുപോലെ തന്നെ ഓരോ H ഉണ്ട്. അപ്പോ ബെൻസീന്റെ സ്ട്രക്ചർ ഇതാണ്. C6H6 ആണ്. ഓപ്ഷനില് C6H6. പ്രിന്റിംഗിൽ ചെറിയ മിസ്റ്റേക്സ് വന്നാണ്. C6H6. അടുത്തത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPGയുടെ മുഖ്യ ഘടകം ഏത്? LPGയുടെ D ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ D ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ്? കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ്? കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയം ആണ് അല്ലെ? സോഡിയം ക്ലോറൈഡ് ആണ്. കല്ലുപ്പിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. പൊട്ടാസ്യം. ധ്രുവൽക്കത്തിൽ ഏറ്റവും ധ്രുവൽക്കത്തിൽ കൂടുതലുള്ള എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്. ആസിഡുകളിലെ പൊതുഘടകം. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആര്? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലവോസിയെ ആണ് കേട്ടോ. ലവോസിയെ ആണ് ആധുനിക രസതന്ത്രത്തിന്റെ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഇത് ശരിയാണ്. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. അതും ശരിയാണ്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്വാൾഡ് ആണ്, അല്ല ജോൺ ഡാൾട്ടൺ ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് തന്മാത്രാ സൂത്രം. അത് ശരിയാണ്. അപ്പൊ 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടുപിടുത്തങ്ങൾ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റം ജോൺ ഡാൾട്ടൺ ശരിയാണ്. ഇലക്ട്രോൺ ഏണസ്റ്റ് റൂദർഫോർഡ് അല്ല ജെ തോംസൺ ആണ് ഇലക്ട്രോൺ. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ശരിയാണ്. പ്രോട്ടോൺ ജെ തോംസൺ. പ്രോട്ടോൺ ജെ തോംസൺ അല്ല. നമുക്ക് 1, 3 ശരിയാണ്. പ്രോട്ടോൺ ആരുടെയാണ്? ഗോൾസ്റ്റീൻ ആണ് എന്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നത് അല്ലെ? അപ്പൊ 1, 3 ആണ് ശരി. ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പൊ തെറ്റായ ജോഡി 2ഉം 4ഉം തെറ്റാണ്. അപ്പൊ ഇവിടെ നമുക്ക് സി ആണ് ശരിയായ ഉത്തരം വരിക. അടുത്ത ചോദ്യം, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭൗതിക മാറ്റമല്ല, താപനിലയിൽ മാത്രം വരുന്ന മാറ്റമല്ല, രാസമാറ്റമാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. പയറുവർഗത്തിൽപ്പെട്ട ചെടിയുടെ വേരുകൾക്ക് മുകളിൽ കാണുന്ന ബാക്ടീരിയ ആണ് ആര്? ബാക്ടീരിയ ആണ് റൈസോബിയം ബാക്ടീരിയ കേട്ടോ. റൈസോബിയം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ശരിയാണ്. കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. അതെ ശരിയാണ്. ജീവദ്രവ്യം ജീവന്റെ അടിസ്ഥാന
കണിക എന്ന് അറിയപ്പെടുന്നു. ശരിയാണ്. അപ്പോ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ലോമകങ്ങളിലെ കോശസ്തരം എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അതായത് സെൽ വാള് എങ്ങനെയാണ്? അതാര്യമല്ല, താര്യമാണ്, അല്ല സുതാര്യമാണ്, അല്ല അർദ്ധതാര്യമാണ്, അല്ലെ? അർദ്ധതാര്യം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, മാംസത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് എന്തെന്ന് പറയുന്നത്? പെപ്സിൻ ആണ് നമ്മളുടെ മാംസത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കോശത്തിലെ ഊർജത്തിന്റെ ഉൽപാദന, സംഭരണ, വിതരണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ. പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ മൈറ്റോകോൺട്രിയ ആണ് കോശത്തിന്റെ ഊർജത്തിന്റെ ഉൽപാദന, സംഭരണ, വിതരണ കേന്ദ്രം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, പാല് തൈരാകാൻ കാരണം ഏതിന്റെ പ്രവർത്തനമാണ്? പാല് തൈരാവാനുള്ള കാരണം ഏതിന്റെ പ്രവർത്തനമാണ്? ബാക്ടീരിയയുടെ പ്രവർത്തനമാണ്, അല്ലെ? ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ് പാല് തൈരാകുന്നത്. അടുത്തത്, മനുഷ്യന്റെ കാലിലെ ഒരു അസ്ഥിയാണ് ഏതെന്ന് പറയണത്? ഇവിടെ തന്നിരിക്കുന്നത് റേഡിയസ് കയ്യിലെയാണ്, അൾന സ്റ്റേണം നെഞ്ചിന്റെ അവിടത്തെയുള്ള അസ്ഥിയാണ് സ്റ്റേണം. ടിബിയ, ബി ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം. മനുഷ്യന്റെ കാലിലെ അസ്ഥിയാണ് ടിബിയ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? 23 പെയർ ക്രോമസോം ആണ്. അപ്പൊ 46 ക്രോമസോമുകളാണ് ഉള്ളത്. എത്ര ജോഡി എന്ന് ചോദിച്ചാൽ 23 ജോഡി എന്ന് പറയാം. ക്രോമസോമുകളുടെ സംഖ്യ ചോദിച്ചാൽ 46 എന്ന് തന്നെ പറയണം. രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്ന രോഗമാണ് എന്ത്? ഹീമോഫീലിയ ബ്രിട്ടൻ രാജകുടുംബത്തിൽ കണ്ടുവന്നിരുന്ന ഒരു രോഗമാണ്. അപ്പൊ രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയാണ്. സിക്കിൾ സെൽ അനീമിയ എന്നും അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ് കേട്ടോ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. അടുത്ത ചോദ്യം, മുകുളനം വഴി പ്രത്യുൽപാദനം നടക്കുന്ന ജീവിയാണ് ഏത്? ബഡ്ഡിംഗ് വഴി പ്രത്യുൽപാദനം നടക്കുന്ന ജീവിയാണ് എന്ത്? ഹൈഡ്ര. വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഏത് സൗണ്ടാണ്? ഇൻഫ്രാസോണിക് ആണോ, സൂപ്പർസോണിക് ആണോ, അൾട്രാസോണിക് ശബ്ദങ്ങളാണോ? ഓപ്ഷൻ സി, അൾട്രാസോണിക് ശബ്ദങ്ങളാണ് കേട്ടോ. അൾട്രാസോണിക് ശബ്ദങ്ങളാണ് ആര് ഉപയോഗിക്കുന്നത്? വവ്വാലുകൾ രാത്രി ഉപയോഗിക്കുന്നത്. അവർക്ക് ദിശ അറിയാൻ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ അവർക്ക് അൾട്രാസോണിക് ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ഊർജം എന്നുള്ളതാണ് കേട്ടോ. ഊർജം എന്നുള്ളതാണ്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അത് ശരിയാണ്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് ജൂൾ. ശരിയാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. അതും ശരിയാണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഇവിടെ ശരിയാണ് കേട്ടോ. എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, 1, 2, 3, 4 എന്നിവ. തോമസ് യങ് ആണ് ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം ഏത്? ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിചലിക്കുന്നത് ആരാണ്? വയലറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഈ തന്നിരിക്കുന്ന പ്രസ്താവന, യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത. അത് ശരിയാണ്. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. അതും ശരിയാണ്.
ഉയരം കൂടുന്നതിനനുസരിച്ചാണ് വായുവിന്റെ സാന്ദ്രത കൂടുന്നത്. അത് തെറ്റാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ സാന്ദ്രത എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1, 2 എന്നിവ ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ശരിയായ ഉത്തരമായിട്ട് പറയാം. അടുത്ത ചോദ്യം, ഒരറ്റം കത്തിച്ച ബാണം എതിർദിശയിലേക്ക് പായുന്നു. ഈ ചലനത്തിന്റെ വ്യാഖ്യാനിക്കുന്ന ചലന നിയമമാണ്. ന്യൂട്ടന്റെ ഏത് നിയമമാണ്? മൂന്നാം ചലന നിയമമാണ് അല്ലെ? മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് രേഖ. അടുത്തത്, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ. സി ആണ് ശരിയായ ഉത്തരം. സി ആണ് ശരിയായ ഉത്തരം. അടുത്ത്, ഒറ്റപ്പദം എഴുതുക. പുത്രന്റെ പുത്രി. പുത്രന്റെ പുത്രി എന്ന് പറയുമ്പോൾ അത് പൗത്രിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അർത്ഥം എഴുതുക. പസനം. പസനം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ചക്കയ്ക്ക് വരുന്ന ഒരു പര്യായ പദമാണ് എന്ത്? പസനം എന്നുള്ളത് കേട്ടോ. പസനം. പസനം എന്ന് വെച്ചാല് ചക്കനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പസനം. അടുത്തത്, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതുക. പിരിച്ചെഴുതിയാൽ ധനം പ്ലസ് ത്തിൽ, ധനം പ്ലസ് ത്തിൽ, ധനത്ത് പ്ലസ് ഇൽ, ധനം പ്ലസ് ഇൽ. ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ധനം പ്ലസ് ഇല്ലാണ് ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ കിട്ടുക. അടുത്തത്, ശരിയായ പദം ഏത്? ഇതില് ഐശ്ചികം എന്നുള്ള വാക്കാണ്. ഐശ്ചികം എന്നുള്ള വാക്കിന്റെ ശരിയായ പദം ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം. അടുത്ത ചോദ്യം, സെറ്റ് വൺസ് ഹാർട്ട് ഓൺ എന്നതിന്റെ ഉചിതമായ മലയാള രൂപം ഏത്? സെറ്റ്സ് വൺസ് ഹാർട്ട് എന്നതിന്റെ ഉചിതമായ മലയാള രൂപം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിതീവ്രമായ മോഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സെറ്റ്സ് വൺസ് ഹാർട്ട് ഓൺ എന്ന് പറയുന്നത് എന്താണ്? അതിതീവ്രമായ മോഹം ഉണ്ടാവുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗം എഴുതുക. ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗം ഏതാണ്? ലേഖികയാണ് അല്ലെ? ലേഖികയാണ് ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പര്യായമല്ലാത്തത്. നിലാവിന്റെ പര്യായമല്ലാത്തത് ഏതാണ്? ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, വിഹകം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. വിഹകമാണ് നിലാവിന്റെ പര്യായമല്ലാത്തത്. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? തന്നിരിക്കുന്നതിൽ ശരിയായ പദമാണ് ചോദിച്ചിട്ടുള്ളത്. അമാത്യൻ എന്നാണ് ശരിയായ പദം. ഇതേതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം കേട്ടോ. ബി. അടുത്ത ചോദ്യം, ഉറൂബ് എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഉറൂബ് എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണന്റെ ആണ് കേട്ടോ. പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലികാ നാമമാണ് ഉറൂബ് എന്ന് പറയുന്നത്. പി സി കുട്ടിക്കൃഷ്ണൻ. പി സി കുട്ടിക്കൃഷ്ണൻ. അടുത്തത്, എ ബി യേക്കാൾ ചെറുതും ഇ യേക്കാൾ വലുതുമാണ്. എ ബി യേക്കാൾ ചെറുതും ഇ യേക്കാൾ വലുതുമാണ്. ഈ ഡി യേക്കാൾ വലുതാണ്. ഈ ആരേക്കാൾ വലുതാണ്? ഡി യേക്കാൾ വലുതാണ്. എങ്കിൽ ഏറ്റവും ചെറുതാരാണ്? ഇക്കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരാണ്? ഡി ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം, രാധയുടെ വയസ്സിന്റെ 4 ഇരട്ടിയാണ് രാധയുടെ അമ്മയുടെ വയസ്സ്. അപ്പൊ രാധയുടെ അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് രാധയുടെ വയസ്സിന്റെ 4 ഇരട്ടിയാണ്. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 30 എങ്കിൽ രാധയുടെ വയസ്സ് എത്ര? അപ്പൊ രാധയുടെ അമ്മയുടെ വയസ്സും രാധയുടെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ 3R എന്ന് പറയുന്നത് 30. അപ്പൊ R എന്ന് പറയുന്നത് 30/3 10. രാധയുടെ വയസ്സ് 10 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒറ്റയാൻ ഏത്? PNBDIKSU. PN MNOP. ഓക്കെ, അത് തിരിച്ചാണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി നോക്കാം. ബി കഴിഞ്ഞ് ഒരു അക്ഷരം വിട്ടു സി കഴിഞ്ഞു ഡി എത്തി. ഐ കഴിഞ്ഞു ഒരു അക്ഷരം വിട്ടു ജെ കഴിഞ്ഞു കെ എത്തി. IK. എസ് കഴിഞ്ഞു ഒരു ലെറ്റർ വിട്ടു ടി കഴിഞ്ഞു യു എത്തി. അപ്പോ ഇവർക്ക് 3 പേർക്കും എന്തുണ്ട്? ഒരേ പാറ്റേൺ ഉണ്ട്. ഇവിടെ പിയും എന്നിനും എന്തില്ല? പാറ്റേൺ ഇല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയാം. PN ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇവിടെ നമുക്കൊരു ലെറ്റർ വേർഡ് തന്നിട്ടുണ്ട്. അതിന് തുടർന്നുള്ള കോഡും തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ളതില് MVRWG എന്ന് പറയുന്നത് 37685 ആണ്. RTPKA എന്ന് പറയുന്നത് 62491 ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കെക്ക് ആരാണ് വരുന്നത്? കെ ആണെങ്കിൽ 9 വരും. ഡബ്ല്യുവിന് എന്താ വരിക? 8 വരും. ഡബ്ല്യു ആണെങ്കിൽ 8 വരും. എമ്മിന് ആരാ വരിക? 3 ആണല്ലേ? 3. എക്ക് ആരാ വരണത്? 1. ജിക്ക് ആരാണ്? 5. ആറിന് ആരാ? 6. 983156 ആണ് ശരിയായ ഉത്തരം. 983156. ഓപ്ഷൻ എ. അടുത്തത്, 2000 ഡിസംബർ 11 തിങ്കളാഴ്ചയായാൽ 2001 ഡിസംബർ 12 ഏതാണ് ദിവസം എന്നാണ് ചോദ്യം. ഏത് ദിവസമായിരിക്കും? 2000 ഡിസംബർ 11 തിങ്കളാഴ്ചയാണ്. അപ്പൊ 2000 എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആണ് അല്ലെ? അതിവർഷമാണ്. അപ്പൊ നമുക്ക് തൊട്ടടുത്ത വർഷം നോക്കുമ്പോ എന്ത് വരും? തിങ്കളാഴ്ച എന്നുള്ളത് ചൊവ്വാഴ്ചയായിട്ട് മാറും അല്ലെ? അതായത് 2000 ഡിസംബർ 11 തിങ്കളാണ്. അപ്പൊ 2001 ഡിസംബർ 11 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയായിരിക്കും അല്ലെ? ചൊവ്വയാണ് വരിക. അതായത് തൊട്ടടുത്ത വർഷം വരുന്ന സമയത്ത് ഒരു ദിവസമാണ് നമ്മൾ കൂട്ടേണ്ടത്. അതിനിടയ്ക്ക് അതിവർഷം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ദിവസമാണ് കൂട്ടേണ്ടത്. അപ്പൊ 2000 ഡിസംബർ 11 ചൊവ്വാഴ്ചയാണെങ്കിൽ ഡിസംബർ 12 ഏതായിരിക്കും ദിവസം? ബുധനായിരിക്കും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അടുത്തടുത്ത 2 ഒറ്റ സംഖ്യകൾ ഉണ്ടെങ്കിൽ അവയുടെ വ്യത്യാസം എന്തായിരിക്കും? ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 3, 5, 5, 7. അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 61. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യയാണ് എന്തെന്ന് പറയുന്നത്? 1 കേട്ടോ. 1 ആണ് ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ. അടുത്ത ചോദ്യം, 90 km/h എന്നുള്ളത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? 90 km/h എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? 90 × 5/18 എന്ത് വരും? ഇവിടെ 5 പോകും. 25
മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അടുത്ത ചോദ്യം, ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൻ ഏത്? ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൻ എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ, വ്യാസമാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത്, സമുദ്രം, വെള്ളം. സമുദ്രത്തിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. അതുപോലെ ഹിമപാളിയിൽ എന്താണുള്ളത്? ഐസ് ആണുള്ളത് അല്ലെ. ഹിമപാളിയില് ഐസ് ആണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം, 1, 4, 9, 16, 25, 36. ഇവിടെ അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3, 4, 5, 6. ഇതിന്റെ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അടുത്ത സംഖ്യ എന്തായിരിക്കും? 7ന്റെ സ്ക്വയർ ആയിരിക്കും. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 85 രൂപ വിലയുള്ള ഒരു പാത്രം 10% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? 85 രൂപയുടെ 10% കണ്ടുപിടിക്കുക. 10/100 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 8.5 എന്ന് കിട്ടും. ഓക്കെ, 8.5 എന്ന് കിട്ടും. ഇനി 10% ലാഭത്തിൽ കിട്ടാൻ 85ന്റെ കൂടെ 8.5 നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. നമുക്ക് എന്ത് കിട്ടും? 93.5 എന്ന് കിട്ടും. 95 രൂപ 50 പൈസയാണ് നമുക്ക് കിട്ടുക. ഓപ്ഷൻ 93 രൂപ 50 പൈസ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 8 ഇഷ്ടികയുടെ ഭാരം 20.4 കിലോഗ്രാം എങ്കിൽ 5 ഇഷ്ടികയുടെ ഭാരം എത്ര? 8 ഇഷ്ടികയുടെ ഭാരം 20.5, 20.4 എങ്കിൽ 5 ഇഷ്ടികയുടെ ഭാരമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 5 ഇഷ്ടികയുടെ ഭാരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 20.4/8 ചെയ്താൽ 1 ഇഷ്ടികയുടെ ഭാരം കിട്ടും. ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. നമുക്ക് 12.75 കിലോഗ്രാം എന്ന് കിട്ടും. കിലോഗ്രാം. ഇതില് 8 ഇഷ്ടികയുടെ ഭാരം 20.4 ആണ് എങ്കിൽ 1 ഇഷ്ടികയുടെ ഭാരം അറിയാൻ എന്ത് ചെയ്താൽ മതി? 20.4/8 ചെയ്യാം. ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 ഇഷ്ടികയുടെ ഭാരം കൃത്യമായിട്ട് കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 0.2 സ്ക്വയർ ഈക്വൽ ടു 0.04. 0.02 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് ഉത്തരം എന്നാണ്. ഡെസിമൽ വെച്ചിട്ടുള്ളതാണ്. ഇവിടെ 0.2 സ്ക്വയറിന് 2 ഡെസിമൽ ആണെങ്കിൽ 0.02 സ്ക്വയറിന് 4 ഡെസിമൽ ആണ് വരിക. നമുക്ക് ഉത്തരം എന്ത് വരും? 0.0004 എന്നാണ് ഉത്തരം വരിക. 69. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഒരു ക്ലോക്കിൽ 12:35 സമയം കാണിക്കുന്നു എങ്കിൽ പ്രതിബിംബ സമയം എത്രയായിരിക്കും? നമുക്ക് 12:35 ആണല്ലേ. 12:35 ആണ് നമുക്ക് വരിക. നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രതിബിംബം കണക്കാക്കുമ്പോൾ നമുക്ക് 11:25 ആയിരിക്കും നമുക്ക് കിട്ടുക. 11:25. അടുത്ത ചോദ്യം, fill up using the opposite word italicized. ഓപ്പോസിറ്റ് വേർഡ് നമ്മൾ എന്ത് ചെയ്യുക വെച്ച് ഫില്ലപ്പ് ചെയ്യുക. He was by the lower court but acquitted by the high court. അവര് ലോവർ കോർട്ടുമായിട്ട് എന്ത് ചെയ്തു? He was dashed by the lower court. Condemned എന്നാണ് കേട്ടോ ഉത്തരം വരിക. അതായത് ഇവിടെ ഐറ്റലൈസ്ഡ് എന്നുള്ള വാക്കിന്റെ, ഈ വന്നിരിക്കുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഡാഷ് വരിക. He was condemned by the lower court but acquitted by the high court. അയാള് ലോവർ കോർട്ട് അയാളെ രക്ഷപ്പെടുത്തിയെങ്കിലും അയാൾ എന്ത് ചെയ്യുന്നില്ല? ഹൈക്കോർട്ടിൽ അയാളെ പിടിക്കപ്പെട്ടു.
അടുത്ത ചോദ്യം. Fill up the blank using the meeting that has been used. Sorry, meeting അല്ല, meaning ആണ് കേട്ടോ. Using suitable phrasal verb. Phrasal verb. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് the meeting has been dash again എന്നുള്ള കേട്ടോ. ഇത് ഇവിടെ വരുന്നില്ല. ഫ്രേസൽ വെർബ് വെച്ചിട്ട് ഫിൽ ചെയ്യാനാണ്. the meeting has been dash again put off. അതായത് വീണ്ടും എന്ത് ചെയ്തു, മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു, മാറ്റി വെക്കേണ്ടി വന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ പുട്ട് ഓഫ് ആണ് മീനിങ് വരുന്നത്. മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഓഫ് അഗെയിൻ. അടുത്ത ചോദ്യം. they go home after they had finished their work. അവരുടെ ജോലി തീർന്ന ശേഷം അവർ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പൊ വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ വെന്റ് ആണ് വരിക കേട്ടോ. വെന്റ്. അടുത്ത ചോദ്യം. if she had taken a taxi the station in time. they എന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഇവിടെ ഒരു ഡാഷ് ഉണ്ട് കേട്ടോ. അവര് ഒരു ടാക്സി എടുത്തിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്തേനെ, സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിയെന്നെ. ഇഫ് ക്ലോസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വുഡ് പ്ലസ് ഹാവ് പ്ലസ് റീച്ച്ഡ്. വെർബിന്റെ V2 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വുഡ് ഹാവ് റീച്ച്ഡ്. അവര് കൃത്യസമയത്ത് എത്തിയെന്നെ. യു ഡാഷ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ്. നിങ്ങൾ സ്മോക്കിംഗ് നിർത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ബെറ്റർ ആണ്, നിങ്ങൾ നിർത്തുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ്. അപ്പൊ യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഹാഡ്, യുന് ശേഷം ഹാഡ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. if I were a bird I would fly away. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. he congratulated me dash my success. he congratulated me on my success. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. he has been ill dash 3 days. ഓപ്ഷൻ ഡി ആണ് 4. നമ്മൾ എത്ര ദിവസം എണ്ണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ for 3 days എന്ന് പറയണം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. I am very light. aren't I? ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ആണ്, ടാഗ് ക്വസ്റ്റ്യൻ ആണ്. aren't I ആണ് കേട്ടോ. I am very light, aren't I? അടുത്ത ചോദ്യം. find out the synonym of synopsis. synopsis എന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഏതാണെന്നാണ് ചോദ്യം. പ്രസിസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പ്രസിസ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ജീൻ പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം അമൂർത്ത ചിന്ത സാധ്യമാകുന്ന വികസന ഘട്ടം ഏത്? അമൂർത്ത ചിന്ത സാധ്യമാകുന്ന വികസന ഘട്ടം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് കേട്ടോ. ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് ഉത്തരം. അടുത്ത്. സാമൂഹ്യ ജീവിതത്തിലും പഠനത്തിലും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയത് ആരാണ്? വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയത് ഡാനിയൽ ഗോൾഡ്മാൻ ആണ് കേട്ടോ. ഡാനിയൽ ഗോൾഡ്മാൻ ആണ് വൈകാരിക ബുദ്ധിയുടെ ഇമ്പോർട്ടൻസിൽ വരുന്നത്. അടുത്ത ചോദ്യം. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആര്? സ്കിന്നർ ആണ് കേട്ടോ. സ്കിന്നർ ആണ് ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം. രക്ഷിതാക്കൾ നൽകുന്ന പ്രബലനത്തോട് ശബ്ദവും വാക്കുകളും ഉപയോഗിച്ച് പ്രതികരിക്കുന്നതിലൂടെയാണ് കുട്ടികളുടെ ഭാഷാ വികസനം നടക്കുന്നതെന്ന് സൂചിപ്പിച്ച മനഃശാസ്ത്ര സമീപനം. അതായത് രക്ഷിതാക്കളുമായിട്ട് ഉള്ള ഇടപെടലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ ഭാഷാ വികസനം ഒക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത് ഏതാണ്?
വ്യവഹാരവാദമാണ് കേട്ടോ. ബിഹേവിയറിസം ആണ്. ബിഹേവിയറിസം ആണ്. വ്യവഹാരവാദമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കുട്ടികൾ ആദ്യമായി സംസാരിക്കുന്ന വാക്കുകളിൽ മിക്കവാറും എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ കുട്ടികൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കിനെ എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതിനെ സൂചിപ്പിക്കുക? മൂർത്ത വസ്തുക്കളിനെയാണ് സൂചിപ്പിക്കുക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കുട്ടികൾ ആദ്യമായി സംസാരിക്കുന്ന വാക്കുകൾ മിക്കവാറും മൂർത്ത വസ്തുക്കളെ ആയിരിക്കും അവര് സൂചിപ്പിക്കുക. അടുത്ത ചോദ്യം, പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ ദാർശനികൻ ആര്? പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ ദാർശനികനാണ് ആരെന്ന് പറയുന്നത്? ജോൺ ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ജോൺ ലോക്ക് ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ദേശീയ അധ്യാപക ദിനം എന്നാണ്? ദേശീയ അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5 അല്ലേ? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠന ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ഇതെല്ലാം ബ്രൂണറുടെയാണ്. നമുക്ക് വിചിന്തന ഘട്ടം, വിചിന്തന ഘട്ടം ഓപ്ഷൻ സി ആണ് ബ്രൂണറുടെ അല്ലാത്തത്. വിചിന്തന ഘട്ടം. അടുത്ത ചോദ്യം, സിന്ധു ദീപകവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം. സിന്ധു ദീപകവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഉത്തരം കണ്ടെത്തുന്ന രീതി പഠിപ്പിക്കാം. സ്വന്തമായി പഠിക്കാനുള്ള കൈത്താങ്ങ് കുട്ടികൾക്ക് നൽകാം അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഉത്തരത്തിലേക്ക് നയിക്കുക, പാഠഭാഗം ലഘൂകരിക്കുക എന്നുള്ളതല്ല. കുറച്ചുകൂടെ ക്രിയേറ്റീവായ അവരുടെ ചിന്താശേഷി വളർത്തുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കൊടുത്താൽ എന്ത് കിട്ടും? അവർക്ക് സ്വന്തമായി പഠിക്കാനുള്ള ശേഷി ഉണ്ടാവും. അവർ സ്വന്തമായി ചിന്തിച്ച് പഠിക്കാനുള്ള ശേഷി ഉണ്ടാവും. അടുത്ത ചോദ്യം, KCF 2005 അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി മുന്നോട്ട് വെക്കുന്ന പഠന രീതികളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. സമസംഘ പഠനം, സഹവർത്തിത്വ പഠനം, സഹകരണാത്മക പഠനം, ലെക്ചർ ആണ് പെടാത്തത്. പാഠ്യപദ്ധതി മുന്നോട്ട് വെക്കുന്ന പഠന രീതികളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ലെക്ചർ. അടുത്തത്, ചുവടെ ചേർത്ത പരാമർശങ്ങളിൽ കുട്ടിയുടെ തുടർന്നുള്ള പഠനത്തെ ഗുണകരമായി ബാധിക്കുന്ന ഫീഡ്ബാക്ക് ഏത്? മുകളിൽ നിന്ന് മേശ നോക്കിയാൽ എങ്ങനെയിരിക്കും? ഹാഷിമിന്റെ ചിത്രം കാണാൻ ക്ലാസ്സിൽ മികച്ചത്. മാലിനി കുറെ കൂടി ശ്രദ്ധിക്കണം. സൽമയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. നമ്മൾ കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിന്, താഴ്ത്തുന്നതിന് പകരം അവരെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇവിടെ മികച്ചത്. അതുകൊണ്ട് മികച്ച ഫീഡ്ബാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗുണകരമായ ഫീഡ്ബാക്ക് ഹാഷിമിന്റെ ചിത്രമാണ് ക്ലാസ്സിൽ മികച്ചത് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, പഠനത്തിൽ കുട്ടിക്ക് എത്താൻ കഴിയുന്ന വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലത്തിലേക്ക് ZPD നയിക്കാൻ പര്യാപ്തമല്ലാത്തത്. ZPD നയിക്കാൻ പര്യാപ്തമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഭാഗികമായി പ്രശ്ന പരിഹരണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചാൽ എന്ത് ചെയ്യില്ല? നമുക്ക് ശരിയായ രീതിയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിയില്ല. ടീച്ചർ പോർഷനുകൾ അവതരിപ്പിക്കുന്നത് കുട്ടിക്ക് സഹായകമാവും. പ്രശ്നപരിഹാരം ഡെമോൺസ്ട്രേറ്റ് ചെയ്യൽ, ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കൽ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ട്ടോ. ഭാഗികമായി പ്രശ്ന പരിഹരണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച കുട്ടിക്ക് കൃത്യമായ ഒരു രൂപം കിട്ടില്ല. അടുത്ത ചോദ്യം, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ അവസരം നൽകുന്ന പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ പ്രശ്നോത്തരി അല്ല. ചുമർ മാസികയിലെ ലേഔട്ട് തയ്യാറാക്കൽ. അതെ അല്ലെ? ചുമർ മാസികയുടെ ലേഔട്ട് തയ്യാറാക്കുമ്പോൾ അവിടെ ചിത്രം വരയ്ക്കാനുണ്ടാവും. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? ചിന്താശേഷി, അതുപോലെ തന്നെ ദൃശ്യസ്ഥലപരമായ ബുദ്ധി ഉപയോഗിക്കാനുള്ള കഴിവ് വർദ്ധിക്കും.
അടുത്ത ചോദ്യം, നവജാത ശിശുവിന്റെ നിലനിൽപ്പും വളർച്ചയും പ്രവചിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് മാതാവിന്റെ വിദ്യാഭ്യാസ നിലവാരം, അച്ഛന്റെ വയസ്സ്, രക്ഷിതാക്കളുടെ സാമ്പത്തിക നില. ഇതൊന്നുമല്ല, ജനന സമയത്ത് ശിശുവിന്റെ ഭാരമാണ്. ജനന സമയത്ത് ശിശുവിന്റെ ഭാരം നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കുട്ടിയുടെ നിലനിൽപ്പ്, വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും. നല്ല പോഷക സമ്പുഷ്ടമായ, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കും. അടുത്തത്, ഡിപ്രഷൻ അനുഭവിക്കുന്ന കുട്ടികളുടെ ലക്ഷണങ്ങളിൽ പെടാത്തത്. ആരോഗ്യപരമായ സുഹൃത്ത് ബന്ധം, അതെ, അത് ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് ഇല്ലാത്ത കുട്ടികളുടെ ലക്ഷണങ്ങളിൽ പെടാത്തതാണ്. ഉത്കണ്ഠ, അനാരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ, പഠന പിന്നോക്കാവസ്ഥ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കുട്ടികൾ ചലനാത്മകതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകൻ ഒരുക്കുന്ന പഠന ബോധന പ്രക്രിയയുടെ പ്രത്യേകതകളിൽ പെടാത്തത്. കുട്ടികളുടെ ചലനാത്മകതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന അധ്യാപകൻ ഒരുക്കുന്ന പഠന ബോധന പ്രക്രിയയുടെ പ്രത്യേകതയിൽ പെടാത്തത്. കളികളും സംഘപ്രവർത്തനങ്ങൾക്കും അവസരം നൽകുക, വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ നൽകുക, കുട്ടികൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം കളിയിൽ ഏർപ്പെടാൻ അനുവദിക്കുക. അത് പറ്റില്ല അല്ലെ. എഴുത്ത്, ചിത്രം, നാടകീകരണം, സംഭാഷണം എന്നീ വിവിധ ആശയവിനിമയ ഉപാധികൾ സ്വീകരിക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി 96 സി ആണ് ശരിയായ ഉത്തരം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടോ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടോ കാറുള്ള മാനസിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകാറുള്ള മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് എന്താണെന്നാണ്. നിരന്തര വിലയിരുത്തലിന് കൂടുതൽ വെയിറ്റേജ് നൽകുക, കൗൺസിലിംഗ് നടത്തുക, കൂടുതൽ പരീക്ഷകൾ എഴുതുവാനുള്ള അവസരം നൽകുക, കുട്ടികൾ പരസ്പരം പരീക്ഷ നടത്തുക. ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അല്ലെ. ഇവിടെ നിരന്തര വിലയിരുത്തലിന് എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ വെയിറ്റേജ് നൽകേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് അവസാനത്തെ ഒരു പരീക്ഷയിലേക്കുള്ള ഒരു പരീക്ഷാ പേടി അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ നമുക്ക് ഈ മാർഗം ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, ഗണിതപരമായ കൺസർവേഷൻ സ്കില്ലിൽ കുട്ടി ആദ്യം ആർജിക്കുന്നത് ഏത്? ഗണിതപരമായ കൺസർവേഷൻ സ്കില്ലിൽ കുട്ടി ആദ്യം ആർജിക്കുന്നത് ഏതാണ്? ഗണിതം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ? എണ്ണമല്ലേ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ലിക്കേർഡ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ലിക്കേർഡ് സ്കെയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരാളുടെ മനോഭാവം അളക്കാനാണ് അല്ലെ. കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് അളക്കാനാണ് എന്തെന്ന് പറയുന്നത്? ലിക്കേർഡ് സ്കെയിൽ ഉപയോഗിക്കുന്നത്, മനോഭാവം അളക്കാൻ. അടുത്ത ചോദ്യം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതിവൽക്കരണം നടക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ആശയ രൂപീകരണം എന്ന് പറയുന്നത്. എന്താണ്? ആശയ രൂപീകരണം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ആശയ രൂപീകരണം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ടെസ്റ്റ് സീരീസുമായിട്ട് വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.